നട്ടെല്ലിലെ ഡിസ്ക് നാഡിയിൽ അമർന്നാൽ വേദന ഉണ്ടാകില്ലെന്ന് തെളിയിക്കുന്നത് എങ്ങനെയെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, നമ്മുടെ കയ്യിലും കാലിലുമൊക്കെ പലതരം നാഡികളുണ്ട്. അവിടെ കൈവിരലുകൊണ്ട് ഒരു 10 കിലോ ഭാരം കൊടുത്ത് അമർത്തിയാൽ പോലും വേദന ഉണ്ടാകുന്നില്ല. ആർക്ക് വേണമെങ്കിലും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. രണ്ടാമതായിട്ട്, സുഷുമ്നയ്ക്ക് അഥവാ സ്പൈനൽ കോഡിന് ചുറ്റിലും എല്ലിൻ്റെ ഒരു കവചമുണ്ട്. ഈ കവചമില്ലാതെ ജനിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. വൈദ്യശാസ്ത്രത്തിൽ സ്പൈന ബിഫിഡ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അമേരിക്കയിൽ 1300 മുതൽ 1500 വരെ കുട്ടികൾ ഓരോ വർഷവും സ്പൈന ബിഫിഡ എന്ന അവസ്ഥയുമായിട്ട് ജനിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകളിൽ പുറമേ നിന്ന് കൈകൊണ്ട് തൊട്ടാൽ തന്നെ സുഷുമ്നയിൽ നേരിട്ട് സമ്മർദ്ദം ചെലുത്താൻ പറ്റും. എന്നാൽ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തിയിട്ടും മിക്കവർക്കും വേദന ഉണ്ടാകുന്നില്ല. അങ്ങനെ വേദന ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു വിദഗ്ധനും മറുപടി പറയുന്നുമില്ല. മൂന്നാമതായിട്ട്, MRI സ്കാനിങ്ങിൽ ഡിസ്ക് തള്ളിയതായി കണ്ടു എന്ന് പറഞ്ഞ് 2, 3, 4, 5 ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കിങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് ആ സുഷുമ്നയിലെ സമ്മർദ്ദം മാറ്റിയിട്ടും അവരുടെ വേദന മാറുന്നില്ല. നാലാമതായിട്ട്, ഡിസ്കിൻ്റെ നടുഭാഗം ഒരിക്കൽ ചെത്തിക്കളഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും വളരില്ല എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്. കാരണം അതിനകത്ത് നെർവസോ ബ്ലഡ് വെസൽസോ ഇല്ല. 2, 3 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത് ഇങ്ങനെ ചെത്തിക്കളഞ്ഞിട്ടും വീണ്ടും MRI സ്കാൻ എടുക്കുമ്പോൾ വീണ്ടും അവിടെ തള്ളി നിൽക്കുന്നതായി കാണിക്കുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും അവിടെ കാണിക്കുന്നു എന്ന ചോദ്യത്തിന് വിദഗ്ധന്മാരാരും മറുപടി പറയാറില്ല. മാത്രമല്ല, അവർ പറയാറുള്ളത് MRI സ്കാനിങ്ങിൽ ഇങ്ങനെ കണ്ടാലും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അങ്ങനെ തള്ളി നിൽക്കുന്നതായി കാണുന്നില്ല എന്നാണ്. ഡിസ്ക് നാഡിയിൽ അമർന്നാൽ വേദന ഉണ്ടാകില്ല, മറിച്ച് വേദന കുറയും എന്ന പേപ്പർ ഞാൻ നിരവധി നാഷണൽ ഇൻ്റർനാഷണൽ വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെയുള്ള വിദഗ്ധന്മാരൊന്നും ഇതിന് വ്യക്തമായ മറുപടി പറയാറില്ല. മാത്രമല്ല, അവർ പറയുന്നത് അവരും ഇതേ പ്രശ്നങ്ങളായി ബുദ്ധിമുട്ടുന്നവരാണ്, അവർക്കൊന്നും ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയില്ല എന്നാണ്. നടുവേദന, കഴുത്തുവേദന, സന്ധിവേദനകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്.